നമസ്കാരം. ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റിന് മുന്നിലും തോൽവിക്ക് കാരണം പിണറായി വിജയനാണ് എന്ന സൂചന. മുഖ്യമന്ത്രി പിണറായി വിജയനെയും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനെയും രൂക്ഷമായി വിമർശിച്ച യോഗത്തിൽ LDF കൺവീനർ ഇ.പി. ജയരാജൻ, മുൻമന്ത്രി A.K. ബാലൻ എന്നിവർക്കെതിരെയും ശക്തമായ വിമർശനമാണ് ആലപ്പുഴയിൽ ഉയർന്നത്. അതിവിചിത്രമായ വിലയിരുത്തലുകളാണ് യോഗത്തിലുണ്ടായത്. ആലപ്പുഴയിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ പാളിച്ച പറ്റിയെന്നും KC വേണുഗോപാൽ മത്സരിച്ചില്ലായിരുന്നുവെങ്കിൽ ആലപ്പുഴയിൽ BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ വിജയിക്കുകയും AM ആരിഫ് മൂന്നാം സ്ഥാനത്തേക്ക് പോവുകയുമായിരിക്കും നടക്കുക എന്നാണ് യോഗത്തിൻ്റെ വിലയിരുത്തൽ. തോമസ് ഐസക്കിനെ ആലപ്പുഴയിൽ മത്സരിപ്പിക്കണമായിരുന്നു എന്നും ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഈ ഘട്ടത്തിൽ വിലയിരുത്തലുകൾ ഉയർന്നു. സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ പാളിച്ചയാണ് സംഭവിച്ചത്. AM ആരിഫ് ദുർബല സ്ഥാനാർത്ഥിയായിരുന്നു. ആരിഫിൻ്റെ സ്ഥാനാർത്ഥിത്വത്തോടെ അവിടെ തോൽവി ഉറപ്പായി. KC വേണുഗോപാൽ മത്സരിച്ചില്ലായിരുന്നു എങ്കിൽ ആരിഫ് മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുകയും ശോഭാ സുരേന്ദ്രൻ വിജയിക്കുകയും ചെയ്യുമായിരുന്നു എന്നാണ് ചർച്ചകളിലെ പൊതുവികാരം. ധനമന്ത്രി KN ബാലഗോപാൽ, ആരോഗ്യമന്ത്രി വീണ ജോർജ് എന്നിവരെ പേരെടുത്തു പറഞ്ഞ് വിമർശനം ഉയർന്നു. ധനകാര്യ ആരോഗ്യ വകുപ്പുകൾ സമ്പൂർണ്ണ പരാജയമാണെന്നായിരുന്നു ഉയർന്ന വിമർശനം. വോട്ട് ചോർച്ചയുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ H. സലാം MLA വെള്ളാപ്പള്ളിയെ പിന്തുണച്ച് രംഗത്ത് വന്നു. മലബാറിൽ വോട്ട് ചോർന്നത് വെള്ളാപ്പള്ളി കാരണമല്ലല്ലോ എന്നായിരുന്നു സലാമിൻ്റെ പരാമർശം. ഏതെങ്കിലും പ്രത്യേക സമുദായത്തിൻ്റെ മാത്രമല്ല എല്ലാ വിഭാഗത്തിൻ്റെയും വോട്ട് ചോർന്നുവെന്നും H. സലാം MLA പറഞ്ഞു. PP ചിത്തരഞ്ജൻ MLAയും K. പ്രസാദും H. സലാമിനെ പിന്തുണച്ചു. ഈഴവ വോട്ടുകൾ മാത്രമല്ല പാർട്ടിക്ക് നഷ്ടമായത്. മത്സ്യത്തൊഴിലാളികളും കർഷക തൊഴിലാളികളും കയർ തൊഴിലാളികളും ഉൾപ്പെടെ അടിസ്ഥാന വർഗം തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്ത് നിന്ന് അകന്നു നിന്നു എന്നും യോഗം വിലയിരുത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റ തിരിച്ചടിക്ക് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ കുറ്റപ്പെടുത്തിയ സംസ്ഥാന സെക്രട്ടറിയുടെ നിരീക്ഷണത്തിനെതിരെ CPM ജില്ലാ സെക്രട്ടേറിയറ്റിൽ വിമർശനമുയർന്നു. BJPക്ക് വോട്ട് ലഭിക്കാൻ വെള്ളാപ്പള്ളിയെപ്പോലെയുള്ളവരും പ്രവർത്തിച്ചു എന്ന് CPM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം പാർട്ടി മുഖപത്രത്തിൽ ലേഖനം എഴുതിയിരുന്നു. ഈ നിരീക്ഷണം തള്ളിക്കൊണ്ടാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ വിമർശനമുന്നയിച്ചത്. എം വി ഗോവിന്ദൻ്റെ ആരോപണത്തോട് വെള്ളാപ്പള്ളി നടേശൻ ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല. മുതിർന്ന നേതാക്കളായ E.P. ജയരാജനും A.K. ബാലനും നേരെ ആലപ്പുഴയിൽ വിമർശനമുയർന്നു. ജാവദേക്കറെ കണ്ടെന്ന E.P. ജയരാജൻ്റെ തെരഞ്ഞെടുപ്പ് ദിവസത്തെ പ്രതികരണം BJPക്ക് ഏറെ ഗുണം ചെയ്തു. പാർട്ടിയുടെ അഭിപ്രായം പറയാൻ A.K. ബാലനെ ആരും ഏൽപ്പിച്ചിട്ടില്ല എന്നും വിമർശനമുണ്ടായി. നേരിട്ട് ഏറ്റവും ബാധിക്കുന്ന ധന ആരോഗ്യ വകുപ്പുകളുടെ ചുമതലക്കാരായ മന്ത്രിമാർ പ്രശ്നങ്ങളിൽ വേണ്ട രീതിയിൽ ഇടപെടുന്നില്ല എന്നായിരുന്നു A. മഹേന്ദ്രൻ്റെയും S. ഹരിശങ്കറിൻ്റെയും കുറ്റപ്പെടുത്തൽ. ഉദ്യോഗസ്ഥരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഒരു വ്യവസ്ഥയുമില്ല, കാര്യങ്ങൾ പറഞ്ഞാൽ പരിഹാരവുമില്ല. സാമൂഹിക സുരക്ഷാ പെൻഷൻ മുടങ്ങിയതിനെപ്പറ്റി ജനങ്ങളോട് മറുപടി പറയാൻ കഴിഞ്ഞില്ല. UDF 16 മാസത്തെ പെൻഷൻ കുടിശ്ശികയാക്കി എന്ന് പറഞ്ഞ് അധികാരത്തിൽ എത്തിയിട്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും പെൻഷൻ നൽകാൻ ധനവകുപ്പിന് കഴിഞ്ഞില്ല എന്ന വിമർശനമുയർന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ മന്ത്രി സജി ചെറിയാനും ദിനേശൻ പുത്തലത്തും യോഗത്തിൽ സെക്രട്ടേറിയറ്റ് തീരുമാനങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്നലെ തുടങ്ങിയതിനാൽ സംസ്ഥാന സെക്രട്ടറിയും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും യോഗത്തിൽ പങ്കെടുത്തില്ല.